ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ബീഫ് ഫില്ലിംഗ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്ക് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ വഴന്ന് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ചെറിയ പച്ചമുളകും ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറി ലീവ്സും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല എന്ന് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റുക. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് വേവിച്ച ബീഫാണിത്. അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റോളാക്കിയെടുക്കാനുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നോർമൽ വാട്ടറിൽ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമുക്ക് പൂരിയിലൊക്കെ കുഴക്കണ പോലെ തന്നെയാണ് കുഴച്ചിട്ടെടുക്കേണ്ടത്. സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളെ മാവ് നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ചെറിയ പൂരിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നൈസായിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കണം. ഇതുപോലെ നൈസാക്കിയിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ചെടുക്കണം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുക്കുക. ഇപ്പോൾ റോളാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ബാക്കിയെല്ലാ റോൾസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് അരിപ്പൊടി ചേർത്തിട്ട് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡിന്മേലൊന്നും ഒട്ടി പിടിക്കാതെ നൈസായിട്ടുള്ള ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ റോൾസൊക്കെ എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിൽ നമ്മൾ റോള് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി എല്ലാ റോൾസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ റോൾസും ഫ്രൈ ചെയ്തിട്ടെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് വരുന്ന രീതിയിൽ നമുക്കിത് പൊരിച്ചിട്ടെടുക്കണം. നമ്മുടെ ബീഫ് റോളെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റോൾസ് ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ടെടുക്കണം.
ഈ മസാലനെ കൊണ്ട് 20 റോൾസ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ 1 കപ്പ് മൈദ 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.